കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമയം വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 12 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പെർഗമോസിലെ സഭയുടെ ദൂതനെ എഴുതുക. എഫെസോസ്, സ്മുർന, 3-ാമത്തെ സഭയാണ് പെർഗമോസ് സഭ. ഈ നഗരം സ്മുർനയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്തിരുന്നു. ഈ നഗരം ഒരു മലയുടെ മുകളിലായി സ്ഥിതി ചെയ്തിരുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. പ്രത്യേകിച്ച് വിഗ്രഹാരാധനയുടെ ഒരു പ്രശസ്ത നഗരമായിരുന്നു പെർഗമോസ്. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 13 നീ പാർക്കുന്ന ഇടം സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് വിഗ്രഹാരാധനയുടെ ഒരു പ്രശസ്തി ആർജിച്ച സ്ഥലം തന്നെയാണ്. ഈ സഭയുടെ കുറ്റം നാം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ച് കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഔവണ്ണം നിക്കൊലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്ക് ഉണ്ട്. അപ്പോൾ സഭയുടെ കുറ്റം ഒന്ന്, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനെ അവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുക. നാം 1 കൊരിന്ത്യർ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 4 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരുമുണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരവും നാമും ആകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ ഇന്നുവരെ വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്നുവെച്ച് തിന്നുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറയുന്നത് വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ച് ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നുവല്ലോ എന്നാണ് ഇവിടെ പൗലോസ് കൊരിന്തിലുള്ള സഭയോട് പറയുന്നത്. അപ്പോൾ വിഗ്രഹാർപ്പിതം ഏതുമില്ല. താഴോട്ടുള്ള വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ മറ്റൊരു ബലഹീന മനുഷ്യൻ്റെ മനസ്സാക്ഷിയെല്ലാം നാം കണക്കിലെടുത്ത് നാം അതിനെ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യണമെന്ന് വചനമൊക്കെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്ന്, ഇവിടെ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുക. രണ്ടാമത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ദുർനടപ്പാചരിക്കുക. ദുർനടപ്പ് നാം എഫെസ്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളിടയിൽ പേറ് പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ വായിച്ചു കേട്ട വേദഭാഗം ദുർനടപ്പാചരിക്കുക. പൗലോസ് എഫെസോസ് സഭയോട് പറയണ ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളിടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു ഒരു വിശുദ്ധന്മാർക്ക് ഉചിതം. അപ്പോൾ ഇവരുടെ പേര് പോലും നമ്മൾ പറയുവാൻ പാടില്ല. ദുർനടപ്പ് എന്ന പേര്, അശുദ്ധി, അത്യാഗ്രഹം, ഹല്ലേലൂയ, ഇവയുടെ പേര് പോലും പറക പോലും അരുത്. അങ്ങനെയാണെങ്കിൽ പേര് പോലും പറയുവാൻ പാടില്ല എന്ന് പറയുന്ന അർത്ഥം നാം ഈ ദുർനടപ്പിൽ നിന്ന് ഒരു ദൈവ പൈതൽ, ഒരു ദൈവവിശ്വാസി യേശുവിനെ കർത്താവും രക്ഷകനുമായി അംഗീകരിച്ച് മാനസാന്തപ്പെട്ട് വിശ്വാസദാനം സ്വീകരിച്ച് വേർപെട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവവിശ്വാസി ആ ദുർനടപ്പ്, അശുദ്ധി, അത്യാഗം ഇതിൻ്റെ പേര് നമ്മൾ പറക പോലും അരുത്. അതായത് ആകാശവും ഭൂമിയും തമ്മിൽ എത്ര വ്യത്യാസം കാണുന്നു, അകലം കാണുന്നു, ഇതുപോലെ ആയിരിക്കണം ഒരു ദൈവ പൈതൽ. അത്രയ്ക്ക് തികച്ചും വിശുദ്ധിയുടെ ജീവിതം നയിക്കുന്നവരായിരിക്കണം, നിർമ്മല ഹൃദയമുള്ളവരായിരിക്കണം. അതാണ് വളരെ വ്യക്തമായി പൗലോസ് പറയുന്നത്. ആ ദുർനടപ്പും യാതൊരു അശുദ്ധി അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ഒരു വിശുദ്ധ വ്യക്തിക്ക് ഉചിതം അതാണ്. ചീത്തത്തരമോ പൊട്ടച്ചലോ കളിവാക്കുകളോ ഇങ്ങനെ ചേർച്ച അല്ലാത്തവ ഒന്നും അരുത്. നമ്മുടെ വായിൽ നിന്ന്, അധരങ്ങളിൽ നിന്ന് എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനപ്പുറമായിട്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഇപ്രകാരമുള്ള ഏതൊരു വാക്കുകൾ വീഴുവാനായി പാടില്ല. ഓക്കെ, അവിടെ പറയുന്നത് ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ നാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ട് യാതൊരു തെറ്റിലേക്ക് വീഴുവാനായി പോകരുത്. അതാണ് എബ്രായലേഖനത്തിൽ പറയുന്ന സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വമായി പാപം ചെയ്യുവാനായി പോകരുത്. ചെയ്തു കഴിഞ്ഞാൽ നിത്യ അഗ്നിയാണ്, നിത്യ നരകമാണ് ആ വ്യക്തിക്ക് ദൈവം വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്, 1 വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുക, 2 ദുർനടപ്പാചരിക്കുവാൻ വേണ്ടി സഭാജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. 3-ാമത്തെ ഭാഗം അവിടെ പറയുന്നത് ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ. ഹല്ലേലൂയ. ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മോവാബ്യ സമഭൂമിയിൽ എത്തിയപ്പോൾ ഇസ്രായേലിനെ ശപിപ്പാൻ കൂലിക്ക് വിളിച്ചു വരുത്തിയ പ്രവാചകനാണ് ബിലയാം. ഒരർത്ഥത്തിൽ ബിലയാം നല്ല മനുഷ്യനായിരുന്നു. നല്ല കാര്യങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് പ്രവചിച്ചതായിട്ട് നമുക്ക് വേദഭാഗങ്ങൾ കാണുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസങ്ങൾ ചിന്തിക്കാം. ആകയാൽ ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പെർഗമോസ് സഭയുടെ ചില കുറ്റമാണ് ഇവിടെ നാം ചിന്തിപ്പാനായിടയായി തീർന്നത്. ആകയാൽ കർത്താവ് നമ്മെ തുലാസിൽ തൂക്കി നോക്കുമ്പോൾ
നാം ആരും തന്നെ കുറവുള്ളവരായി കാണരുത് എന്ന ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഭാഗം ഞാനിവിടെ നിർത്തുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ക്രിസ്തുയേശുവിലൂടെ അതേ ഞങ്ങൾക്ക് രക്ഷാ നിത്യജീവൻ ദാനമായി നൽകിയല്ലോ. ആ പ്രിയപ്പെട്ടവരായ ഞങ്ങളെ തുലാസിൽ തൂക്കി നോക്കുമ്പോൾ ഞങ്ങൾ ആരും തന്നെ കുറവുള്ളവരായി കാണുവാൻ ഇടവരാതെ വണ്ണം ഞങ്ങളുടെ നല്ല ആത്മാവ് ഞങ്ങളെ നല്ല നേർനിലത്തിൽ നടത്തി ഞങ്ങളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതേക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.